ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണന്റെ റെഡ്മി നോട്ട് 7 ഫോണിൽ നിന്ന് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ 25-ാം തീയതി 2:13 ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. പിന്നെ മെറ്റയോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇത് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നതിൻ്റെ സൂചനയാണോ? പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗം 14-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ് ഈസ് ഗോയിങ് ഓൺ പ്രോപ്പർലി ആൻഡ് ഫെയർലി ബൈ അഡോപ്റ്റിംഗ് സയന്റിഫിക് മെത്തേഡ്സ് എന്നാണ്. അങ്ങനെ ശാസ്ത്രീയമായും സമഗ്രമായും ഇത് കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷെ, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ തരവില്ലല്ലോ. കാരണം ഇപ്പം അഭിലാഷും ശ്രീ പ്രേംകുമാറും ഒക്കെ പറഞ്ഞ പോലെ വടകരയുടെ ഒരു സാഹചര്യം നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യാജ പ്രചരണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ യൂത്ത് ലീഗിൻ്റെ കാസിമിനെതിരെ കേസെടുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കാസിം ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ ഇത് ശശികല ടീച്ചർക്കെതിരെയും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 153A പോലെ അനന്ത വിസ്മൃതിയിലാണ്ടി പോവില്ലായിരുന്നോ ഈ കേസ്? ആ സമയത്ത് രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം വിസ്മൃതിയിലായി പോകുമായിരുന്നൊരു കേസാണ്. വടകരയിൽ ആ മുറിവ് എന്നും നിൽക്കുമായിരുന്നു. അവിടെ കാസിം നടത്തിയ പോരാട്ടമാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വേദിയിലെത്തിക്കുന്നത്. അതിന് പോലീസ് അത്രയും ഒരു വോളറ്റൈൽ സിറ്റുവേഷനുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു വ്യാജ പ്രചരണത്തിനെതിരെ ഉണർന്ന് പ്രവർത്തിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സ്വമേധയാ ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ അഭിലാഷ് പറയുന്ന ഇവർ ഫെയർ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാമായിരുന്നു. അതില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ല, അഭിലാഷ് ചോദിച്ച ഏറ്റവും അല്ല അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അഭിലാഷ് ചോദിച്ചുകൊണ്ട് ഞാൻ അഭിലാഷിന് മറുപടിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നോക്കൂ, ഈ വളരെ നമ്മൾ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടന്നാൽ പോലീസ് കണ്ടെത്തി ചെല്ലാവുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ലിങ്ക് ഏതാണെന്ന് കണ്ടു. ആ ലിങ്കിലുള്ള ആളെ പിടിച്ചു കഴിഞ്ഞു, ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആ ചോദ്യം ചെയ്ത ആൾക്ക് ഇതിന് മറ്റു സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് പറയാൻ ആയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി അദ്ദേഹമല്ല ഉണ്ടാക്കിയത് എങ്കിൽ പോലും ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യക്തിയാണ് ഇതിനാദ്യമായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? അയാൾക്കെതിരെ ഇതേ കേസ് 153A കേസെടുക്കണ്ടേ? ഇനി നോക്കൂ, നമ്മൾ മുഖമില്ലാത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞ് ഇപ്പൊ ചെറിയ മുഖങ്ങൾ വഹാബും ഒക്കെ ആയിട്ട് ഹൃദയശും ഒക്കെ ആയിട്ട് മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു. നിൽക്കൂ, അവിടെ മാത്രം കൊണ്ട് തീരുന്നില്ലല്ലോ. വടകരയിൽ ഇതിനു ശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരൻ, ആ വടകര 1.25 ലക്ഷം വോട്ട് 1,10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ചെറുപ്പക്കാരൻ, ചരിത്രത്തിൽ ഇന്ന് വരെ ഞാനോ അഭിലാഷോ പ്രേമനോ ശ്രീപ്പന്റെ പ്രതിനിധിയോ ഒന്നും ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ലാത്ത, മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ടുള്ള ഷാഫി പറമ്പിലിനെ KK റഹീം റഹീം എന്താ വിളിച്ചത്? രാഷ്ട്രീയത്തിലെ വിഷം എന്നല്ലേ വിളിച്ചത്? അദ്ദേഹത്തിന് ആ മുഖമുള്ള റഹീമിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ഈ KK ലതിക എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇത് ഷെയർ ചെയ്തല്ലോ. അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? KK ലതിക ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് മതേതരത്വം തകരാതിരിക്കാനാണെന്ന് ന്യായീകരിച്ച മന്ത്രി MP രാജേഷ് ഉണ്ട്. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? CPM ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, KK ശൈലജ ടീച്ചറെ നമ്മൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പലരും ചില ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. അവര് ഈ തെരഞ്ഞെടുപ്പിൽ അവരായിരുന്നു ഇതിന്റെ ഗുണഭോക്താവ്. അതിനാണല്ലോ അവർ ചെയ്യുന്നത്. ഗുണഭോക്താവ് അവരായിരുന്നു. അവർ ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ആ ശൈലജ ടീച്ചർ നിരുപാധികം മാപ്പ് പറയേണ്ടായിരുന്നോ ജനങ്ങളുടെ മുമ്പിൽ നിന്ന്? ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന ഒന്നല്ല. ഇത്തരത്തിൽ ഒരു നടന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം പോലീസാണ് അന്വേഷിച്ചിരിക്കുന്നത്. അവര് കൂടി ഭാഗമായ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചിരിക്കുക. നിരുപാധികം ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടായിരുന്നോ? ഇതൊന്നും പറയാതെ ഇന്നും അവർ പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് മാത്രമല്ല, മറ്റു പല സ്ക്രീൻഷോട്ട് ഉണ്ട് എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് CPMന്റെ പ്രതിനിധിയോട് എൻ്റെ കൈകൂപ്പിയുള്ള അഭ്യർത്ഥന, ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇടതുപക്ഷം എന്ന് പറയരുത്, നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയരുത്. നിങ്ങൾ തീവ്ര വലതുപക്ഷമാണ്. RSSനെ നാണിപ്പിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷമാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ടല്ല, നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് ആളുടെ പേരെന്നറിയോ? EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നൊരാളുണ്ട്.
91 ജനറൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്നേ അദ്ദേഹം ചോദിച്ച ചോദ്യം കേരളത്തോട് ചോദിച്ചത്, നിങ്ങൾ എന്താ നമ്മുടെ ഇറാഖിലെ അദ്ദേഹത്തിന്റെ കൂടെയാണോ അതോ ബുഷിന്റെ കൂടെയാണോ? ശരി, അല്ല നമ്മൾ ഈ ചരിത്രം പറഞ്ഞു പോയാൽ ചരിത്രം പറഞ്ഞ ചർച്ച ആ മട്ടിലേക്ക് പോകും. ഓക്കെ, പോയിന്റ് വരും. തെരഞ്ഞെടുപ്പുകളിൽ ഈ കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച